നമ്മൾ നോർമലായി ക്രിസ്മസ്, ഓണം, വിഷു പോലുള്ള സെലിബ്രേഷൻസ് ആണ് ജിമ്മിൽ പൊതുവെ നടത്താറുള്ളത്. എന്നാൽ നമ്മുടെ ജിമ്മിൽ ഒരുപാട് ഇവൻറ്റ്സും ആക്ടിവിറ്റീസ് ഒക്കെ കാണാറുണ്ട്. എന്തുകൊണ്ടാണ് ജിമ്മിലേക്ക് ഇത്രയും ഇവൻറ്റ്സും ആക്ടിവിറ്റീസും ഒക്കെ കൊണ്ടുവരാൻ കാരണം? അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ മാസവും എന്തെങ്കിലും ഇവൻറ്റ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഗ്രാംസ് നടത്തുന്നതിൻ്റെ ആഗ്രഹം. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഫുഡ് ഫെസ്റ്റ് നടത്തി, DJ പാർട്ടി നടത്തി, ഇതെല്ലാം നടത്തുന്നതിന് അടിസ്ഥാനപരമായ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി ഒരു ഹാപ്പനിങ് പ്ലേസ് ആക്കണം, ഒരു കമ്മ്യൂണിറ്റി ബിൽഡപ്പ് ചെയ്യണം എന്നുള്ളതാണ് ഏറ്റവും വലിയ ആഗ്രഹം. ഇനിയിപ്പം നമ്മൾ ക്രിക്കറ്റ് ടൂർണമെൻറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് എല്ലാ ആഴ്ചയും എല്ലാ വീക്കെൻഡ്സിലും നമുക്ക് ബീച്ച് വർക്കൗട്ട് സെഷൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒത്തിരി പ്രോഗ്രാംസും കൂടെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു കമ്മ്യൂണിറ്റി നമ്മളൊരു കുടക്കീഴിൽ കൊണ്ടുവന്നിരിക്കുക. പണ്ടൊക്കെ എന്ന് വെച്ചാൽ നമ്മുടെ ഗ്രാമങ്ങളിൽ ഇഷ്ടംപോലെ പറമ്പുകളുണ്ടായിരുന്നു, ഓരോരോ ഏരിയയിലും കോൺസെൻട്രേറ്റ് ചെയ്തത്. പക്ഷേ ഇപ്പോൾ അതൊക്കെ കുറഞ്ഞു. പിന്നെ എല്ലാവർക്കും തിരക്കുമായി. അപ്പം നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ വരുന്ന കൂട്ടത്തിൽ തന്നെ അവർ വന്ന് പുതിയ ആൾക്കാരെ പരിചയപ്പെടുന്നു, അവരവിടെ ഒരു കമ്മ്യൂണിറ്റി ആവുന്നു, ആ കമ്മ്യൂണിറ്റി ഈ കുടക്കീഴിനകത്ത് വളരുക. അപ്പോൾ ഇത് കാണുമ്പം നമുക്ക് സന്തോഷമാണ്, അവിടെ ബന്ധങ്ങൾ വളരുന്നു, നമ്മളും അതിനകത്തൊരു പാർട്ടാവുന്നു. ഇതൊക്കെ തന്നെയാണ് അതിനകത്ത് ബേസിക് അജൻഡാസ്.